ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു യാത്ര തിരിക്കുകയാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ മക്കളും. ഇനി യാത്രപരമായ എല്ലാ വിശേഷങ്ങളുമായിരിക്കും ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, മുമ്പ് ഫുട്ട് ആൻഡ് ബോൾ എന്ന് പറയുന്ന ഒരു സ്പോർട്സ് റിലാക്റ്റീവ് ചാനലായിരുന്നു ഉണ്ടായിരുന്നത്. സം റീസൺ ടെമ്പററി ചാനൽ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു പുതിയ ട്രാവൽ വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ സഹകരണവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗായ്സ്, പുതിയൊരു ട്രാവൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. മക്കളെല്ലാം തയ്യാറായിരിക്കുകയാണ്, കൂടെ ഞാനും. നിങ്ങളെല്ലാവരും റെഡിയല്ലേ? വീട്ടിലെ എല്ലാവരോടും യാത്ര പറഞ്ഞു ഞങ്ങൾ കാറിലോട്ട് പോവുകയാണ്. പിന്നെ ചെറിയ ഇഷ്യൂ കാരണം എൻ്റെ കാർ വർക്ക്ഷോപ്പിലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ബ്രദർ ഇൻ ലോയുടെ കാറിലാണ് ഞങ്ങൾ പോകുന്നത്. കാറിൻ്റെ ഡിക്കിയിൽ കൊണ്ടുപോകാനുള്ള ലഗേജ് എല്ലാം വെച്ചു. ഇനി ഞങ്ങൾ കാറിലോട്ട് കയറുകയാണ്. ഇനിയാണ് ഒരു പ്രശ്നം വരാൻ പോകുന്നത്. എൻ്റെ മക്കളായ റയാനും റാഹിലും കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരിക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇന്നവർ നല്ല കുട്ടികളായിരുന്നു. യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിരുന്നില്ല. താങ്ക്സ് ടു ഗോഡ്. എൻ്റെ നാട്ടിലെ ദേവദാർ സ്കൂളിൻ്റെ ബാക്ക് സൈഡിലെ അതിമനോഹരമായ റോട്ടിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. കാറിൽ ഞാനും എൻ്റെ കുട്ടികളും പെങ്ങളും ബ്രദർ ഇൻ ലോയും കുട്ടിയുമാണ് ഉള്ളത്. കുട്ടികളെല്ലാം വളരെ എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ താനൂർ തിരൂർ മെയിൻ റോഡിൽ എത്തിയിരിക്കുന്നു. ഈ റൂട്ടിലൂടെ ഏകദേശം 15 to 20 മിനിറ്റ് സഞ്ചരിച്ചാൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്താം. പിന്നെ റോട്ടിൽ ഒന്നും ട്രാഫിക് ഒന്നുമില്ല. മോർണിംഗ് ആയതുകൊണ്ടും രണ്ടാം പെരുന്നാൾ ആയതുകൊണ്ടുമായിരിക്കാം. അങ്ങനെ ഞങ്ങൾ തിരൂർ മാർക്കറ്റ് റോഡിലെ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ബ്രിഡ്ജ് കയറി വേണം റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലെത്താൻ. ഫൈനലി തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് പോകേണ്ട പ്ലാറ്റ്ഫോമും 3-ാം നമ്പർ തന്നെ. ഈ കാണുന്നതാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 6627 ചെന്നൈയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് 1-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. यात्रियों कृपया ध्यान दीजिए, गाड़ी नंबर 6627 चेन्नई से मंगलूर तक जाने वाली वेस्ट कोस्ट एक्सप्रेस थोड़ी ही देर में ഞങ്ങൾ വീട്ടിൽ നിന്നും നേരത്തെ തന്നെ ഇറങ്ങിയിരുന്നു. ട്രാഫിക്കുകളൊന്നുമില്ലാത്തതുകൊണ്ട് നേരത്തെ റെയിൽവേ സ്റ്റേഷനിലെത്തി. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ അധിക ചൂടൊന്നുമില്ല. അങ്ങനെ ഞാനും എൻ്റെ മക്കളും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിലിരിക്കുകയാണ്. റാഹിൽ ട്രെയിൻ കണ്ടതിൻ്റെ എക്സൈറ്റഡിലാണ്. ഈ ഇരിക്കുന്നതാണ് എൻ്റെ 3 മക്കൾ, റാഹിൽ, റയാൻ, എൻ്റെ ഹെൽഡർ സണ്ണായ റിഹാൻ. ഞങ്ങൾ തിരൂരിൽ നിന്നും 9:15 വന്ദേ ഭാരത് ട്രെയിനിലാണ് ഞങ്ങൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഇവിടെയുള്ള റെയിൽവേ സെക്യൂരിറ്റിയോട് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ബോഗി എത്തിച്ചേരുന്നത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ഫ്രണ്ട് സൈഡിലാണെന്ന് സെക്യൂരിറ്റി ഇൻഫർമേഷൻ നൽകി. അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കുറേ അധികം സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ദേ ഭാരത് ട്രെയിൻ എത്തിച്ചേരുകയാണ്. ഏകദേശം 20 മിനിറ്റ്സ് ഡിലേ ആയിരുന്നു. നിലവിൽ കേരളത്തിന് 2 വന്ദേ ഭാരത് ട്രെയിനുകളാണ് ഉള്ളത്. രാവിലെ വരുന്ന വന്ദേ ഭാരത് ട്രെയിനിന് ഓറഞ്ച് കളറാണ് ഉള്ളത്, വൈകിട്ടുള്ളതിന് വൈറ്റ് കളറും. അങ്ങനെ ഞങ്ങൾ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം വന്ദേ ഭാരത് ട്രെയിനിലേക്ക് കയറുകയാണ്. ബോഗി ഡോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ ബട്ടൺ പ്രസ് ചെയ്യണം. റയാൻ ബട്ടൺ പ്രസ് ചെയ്തു. ഞങ്ങൾ ഉള്ളിലോട്ട് കയറി നടന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ സീറ്റിലെത്തിയിരിക്കുകയാണ്. ട്രെയിൻ നല്ല വൃത്തിയുണ്ട്, അതുപോലെ തന്നെ AC നല്ല തണുപ്പുമുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിനിലെ ഒരു സ്റ്റാഫ് ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്നു. വെള്ളമെല്ലാം കുടിച്ച് ഞങ്ങൾ യാത്ര തുടരുകയാണ്.
ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ട്രെയിനിലെ സ്റ്റാഫ് ഒരു റെഡ് കളർ ട്രേയിൽ ഹോട്ട് വാട്ടറും 3-in-1 കോഫിയും ടീയും ബിസ്ക്കറ്റും കൊണ്ടുവന്നു. എൻ്റെ കുട്ടികൾ ടീയും കോഫിയും കുടിക്കാത്തതുകൊണ്ട് ഞാൻ ഹോട്ട് വാട്ടറിൽ ഒരു കോഫി തയ്യാറാക്കി ഞാൻ കുടിക്കാൻ തുടങ്ങി. കുട്ടികൾ ബിസ്ക്കറ്റും വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇത്രയും ഒരു സെറ്റപ്പുള്ള വന്ദേ ഭാരത് ട്രെയിനിൽ കുട്ടികൾക്ക് ഒരു ജ്യൂസ് നൽകാമായിരുന്നു. കുട്ടികൾക്ക് ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടി വാഷ്റൂമിലോട്ട് പോവുകയാണ്. സ്ലൈഡിംഗ് ഡോർ തുറന്നു ഞങ്ങൾ വാഷ്റൂമിൻ്റെ ഉള്ളിലോട്ട് കയറി. നല്ലൊരു വാഷ്റൂം, യൂറോപ്യൻ സ്റ്റൈൽ ടോയ്ലറ്റും ടോയ്ലറ്റ് ടിഷ്യൂവും വാഷ് ബേസും ഹാൻഡ് ഡ്രയറും ഒക്കെയുള്ള നല്ല വൃത്തിയുള്ള വാഷ്റൂമാണ്. വാഷ്റൂമിൽ നിന്നും ഇറങ്ങി നേരെ സീറ്റിലോട്ട് നടന്നു. ഇനിയും കുറേ ദൂരം സഞ്ചരിക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു മയക്കത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഏകദേശം 1 മണിയായപ്പോൾ ഞങ്ങൾ മയക്കത്തിൽ നിന്നും ഉണർന്നു. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ട്രെയിനിലെ സ്റ്റാഫ് വന്ന് ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം നൽകി. നല്ല വിശപ്പുള്ളത് കാരണം പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്തു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കൊള്ളാം, നല്ല രുചിയുള്ള ഭക്ഷണം. റൈസും ചപ്പാത്തിയും ചിക്കൻ കറിയും സാമ്പാറുമുണ്ട്. അതുകൂടാതെ തൈരും പായസവുമുണ്ട്. വന്ദേ ഭാരത് ട്രെയിനിൽ നിന്നും ഇത്രയും നല്ലൊരു ഉച്ചഭക്ഷണം പ്രതീക്ഷിച്ചില്ല. നല്ല ഉച്ചഭക്ഷണമായിരുന്നു. കുറേ നേരത്തെ യാത്രക്കൊടുവിൽ ഞങ്ങൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയാണ്. ഏകദേശം 3 മണിയായപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലെത്തി. വന്ദേ ഭാരത് ട്രെയിനിലെ യാത്ര നല്ലൊരു യാത്ര തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് സിംഗപ്പൂരിലോട്ടാണ് പോകാനുള്ളത്. ഫ്ലൈറ്റ് ടൈം വരുന്നത് രാത്രി 11 മണിയായതുകൊണ്ട് ഞങ്ങൾ കുറച്ചധികം സമയം ട്രിവാൻഡ്രം ലുലു മാളിൽ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരു ഊബർ ടാക്സി ബുക്ക് ചെയ്തു ലുലു മാളിലോട്ട് പോകാൻ. ഇനി ഊബറും വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കുകയാണ്.